പ്രിയ സഹോദരങ്ങളെ, മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. സുവിശേഷത്തിലെ ഈ ഭാഗം കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസത്തെയും വിനയത്തെയുമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അന്യദേശക്കാരിയായിരുന്നിട്ടും യേശുവിൻ്റെ പക്കൽ തൻ്റെ മക്കൾക്കായി അവൾ അണഞ്ഞത് വലിയൊരു പ്രത്യാശയോടെയാണ്. യേശുവിൻ്റെ വാക്കുകളിലെ പരീക്ഷണം അവളെ തളർത്തുന്നില്ല, മറിച്ച് കൂടുതൽ വിനീതയാക്കുകയാണ് ചെയ്യുന്നത്. മേശയ്ക്ക് താഴെ വീഴുന്ന കഷണങ്ങൾക്കായി കാത്തിരിക്കുന്ന നായക്കുട്ടികളോട് സ്വയം ഉപമിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ അഹന്ത പൂർണ്ണമായും ഇല്ലാതാകുന്നു. കർത്താവിൻ്റെ മുൻപിൽ നാം ഒന്നുമല്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ആരംഭം. ഈ സ്ത്രീയുടെ മറുപടി അവളുടെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. കർത്താവായ യേശു ആ വിശ്വാസത്തെ അംഗീകരിക്കുകയും അവളുടെ മകൾക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണാത്തപ്പോൾ നിരാശപ്പെടാതെ ഈ കാനാൻകാരി സ്ത്രീയെപ്പോലെ കൂടുതൽ വിനയത്തോടെ കർത്താവിനെ നമുക്ക് സമീപിക്കാം. ദൈവഹിതത്തിന് മുൻപിൽ സ്വയം സമർപ്പിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ അത്ഭുതങ്ങൾ ദർശിക്കാൻ സാധിക്കൂ. കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ കേവലം ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവരാജ്യം അവകാശപ്പെട്ടതാണ്. സഭയുടെ പാരമ്പര്യത്തിൽ ഈ സ്ത്രീ ആ ക്രൈസ്തവ ലോകത്തിൻ്റെ വിശ്വാസ പ്രതീകമായി അറിയപ്പെടുന്നു. കർത്താവിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ലെന്നും അത് എല്ലാവരിലേക്കും ഒഴുകുന്നു എന്നും നാം തിരിച്ചറിയണം, മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നാം അർഹതയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ തൻ്റെ അനർഹതയെ അംഗീകരിച്ചുകൊണ്ട് കരുണയ്ക്കായി യാചിച്ചു. പരിശുദ്ധ കുർബാനയിൽ നാം ഉരുവിടുന്ന കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യയല്ല എന്ന വചനം ഈ വിനയത്തിൻ്റെ തുടർച്ചയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും രോഗങ്ങളിലും തളരാതെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് അഭയം തേടാം. നമ്മുടെ ഉള്ളിലെ പിശാചിൻ്റെ സ്വാധീനങ്ങളെയും തിന്മകളെയും അഹന്തയും പുറത്താക്കാൻ കർത്താവായ യേശുവിൻ്റെ ഒരു വാക്ക് മതിയാകും. നാം എളിമപ്പെടണം എന്ന് മാത്രം. വിശ്വാസത്തോടെ കർത്താവിൻ്റെ പക്കൽ അണയുന്ന ഒരു ഹൃദയത്തെയും പിതാവായ ദൈവം കൈവിടുകയില്ല. പ്രത്യാശയോടെ ജീവിക്കാനും മറ്റുള്ളവരുടെ വേദനകളിൽ സാന്ത്വനമാകാനും അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാനും ഈ സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുന്നു. വിനീതമായ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ മേശയിലെ വിരുന്നിനായി കാത്തിരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരെയും പിതാവായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.